തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണുന്ന പ്രോബ്ലംസിലോട്ട് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ്. അപ്പോൾ സി ചാനലിന്റെ കേസിൽ എങ്ങനെ സി ജി കണ്ടെത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ഇതിന്റെ ഡയമെൻഷൻ നോക്കി. സൈഡ് 600 mm, ദെൻ യൂണിറ്റ് mm ഇതിൽ കാണിച്ചിട്ടില്ല, mm ആണ്. ഓക്കെ, ഇതിന്റെ തിക്നെസ് 100, ഈ വിഡ്ത്ത് 400, ടോപ്പും ബോട്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, ഏതാണ്ടല്ല സെയിം ആണ്, 400 ആണ്. ദെൻ തിക്നെസ് 100 സെയിം ആണ്, ഈ തിക്നെസ്സും 100 ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് y ബാർ ആണ്. ഓക്കെ, y ബാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ കാര്യം ഇങ്ങനെ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യും അല്ലെ. y ബാർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആക്സിസിൽ കട്ട് ചെയ്യും. എക്സ് ആക്സിസിൽ കട്ട് ചെയ്തപ്പോൾ നോക്ക്, ആ സൈഡും ഈ സൈഡും നോക്ക്, ഈ ടോപ്പ് സൈഡും ബോട്ടം സൈഡും നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്, സിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ ഇത് ടോട്ടല് ഇത് 600 ആണ് അല്ലെ. ഈ മാക്സിമം എടുത്ത് നമ്മൾ y ബാർ എന്ന് പറഞ്ഞതല്ലേ, എങ്ങനല്ലേ. അപ്പൊ ടോപ്പ് മാക്സിമം എന്നുള്ളത് y ബാർ എന്നുള്ളത് 600 ആണ്. അപ്പൊ അതിന്റെ ഹാഫ് കണ്ടാൽ മതി, 300 mm. ഓക്കെ, അപ്പൊ y ബാർ കിട്ടി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അതൊക്കെ നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും. y ബാർ കാണാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അപ്പൊ നോക്കുമ്പോൾ അത് സിമെട്രിക്കൽ ആണ്. അപ്പൊ എനിക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് y ഡയറക്ഷനിലെ മാക്സിമം ലെങ്ത് ഏതാണോ അതെടുത്തു, അതിന്റെ ഹാഫ് കണ്ടു. ഓക്കെ, ഇനി എക്സ് ബാർ കാണണം. എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത്? എക്സ് ബാർ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ കട്ട് ചെയ്തു. എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം? വെർട്ടിക്കലായി കട്ട് ചെയ്യണം, y ആക്സിസിൽ കട്ട് ചെയ്യണം. ഓക്കെ, y ആക്സിസിൽ കട്ട് ചെയ്തപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഈ എക്സ് ആക്സിസിൽ ഉണ്ടാവും കേട്ടോ, നമ്മൾ അറ്റ് എ ടൈം ഒരു ആക്സിസ് മാത്രമേ മൈൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തു. എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് y ആക്സിസിൽ കട്ട് ചെയ്തിട്ട് ഞാൻ റൈറ്റ് സൈഡും കട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗം വന്നു. ഈ ഒരു ഭാഗം സിമെട്രിക്കൽ ആണോ, ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് സിഗ്മ എക്സ് ബാർ സീക്വൽ ടു എന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ഫിഗർ ആണ്, ഫിഗർ അതായത് ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3, ഇങ്ങനെ 3 ഫിഗർ ആക്കി. ഓക്കെ, ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3 എന്ന് പറഞ്ഞിട്ട് ഇതിനെ 3 ഫിഗർ ആക്കി. ഫിഗർ 1 അതുപോലെ ഏരിയ, ദെൻ എക്സ് ബാർ, ഏരിയക്ക് എന്ന് കൊടുത്താൽ മതി, എക്സ് ബാർ, എക്സ് ബാർ. ഓക്കെ, എങ്ങനെ കാണാൻ നോക്കാം. ഫസ്റ്റ് ഫിഗർ എന്നുള്ളത് ഞാൻ ഈ ഫിഗർ എടുത്തു, 1 2 3 ഇങ്ങനെ 3 ഫിഗർ ആക്കി. ഫിഗർ 1 ഇങ്ങനെയാണ്, അതിന്റെ ലെങ്ത് എന്നുള്ളത് 400, 100. ഏരിയ പറഞ്ഞാൽ 400 × 100, A1 = 400 × 100 = 4 × 10⁴. ഔട്ട്ലവർ ചെയ്ത് നോക്കാം. ഇനി എക്സ് ബാർ കാണാം, കണ്ടോ? എക്സ് ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടത് x1 കാണണം, x1 ബാർ കാണണം. ഓക്കെ, അപ്പൊ ഇനി x1 ബാർ കാണാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ y എന്താണ്? ആക്സിസ് ഇതാണ്. ഈ ആക്സിസ് നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുകൾ. ഓക്കെ, ഫസ്റ്റ് ഫിഗറിലെ x1 ബാർ എന്നാൽ ഫ്രം ബേസ് നിന്ന്, ഇതാണ് ബേസ്. നേരത്തെ y1 മറ്റും കാണുന്ന സമയത്ത് ബേസ് ഇങ്ങനെ ആയിരുന്നു, ഈ ഡയറക്ഷനായിരുന്നു അല്ല, ഇവിടുന്ന് മുകളിലോട്ട്. ഇപ്പൊ നമ്മൾ x1 x2 x3 കാണുന്ന സമയത്ത് കണ്ടോ, ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് x1, ഇവിടുന്ന് x2, ഇവിടുന്ന് x3. അപ്പൊ ബേസ് നിന്ന് ഇതിന്റെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസ് നിന്ന് ഫസ്റ്റ് ഫിഗറിന്റെ x1 ബാർ എത്രയാ നോക്കാം. x1 ബാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ 400 ആണ് ടോട്ടല്. അപ്പൊ ഇതിന്റെ സെന്റർ പകുതി എന്ന് പറഞ്ഞാൽ x1 ഡയറക്ഷനിൽ പകുതി, ഇങ്ങനെ മൊത്തം സെന്ററിന്റെ അത് പകുതി എന്ന് പറഞ്ഞാൽ ഇതുവരെ 400, അതിന്റെ ഹാഫ് 400/2 200. ഓക്കെ, ഇനി ഇത് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. A1 x1
A1 x1 കാണുന്ന സമയത്ത് 4 × 10⁴ × 200 ചെയ്ത് കഴിഞ്ഞാൽ 8 × 10⁶ അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ A1 x1 കണ്ടു. ദെൻ അടുത്ത ഫിഗർ എന്നുള്ളത് ഈ ഭാഗമാണ്. ഈ ഭാഗം മാറ്റി വരച്ചു. അതിൻ്റെ ഈ തിക്നെസ് എന്നുള്ളത് 100. എനിക്ക് ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ, ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗറിൻ്റെ ഈ ലെങ്ത് കിട്ടണം അല്ലെങ്കിൽ ഹൈറ്റ് കിട്ടണം. അതെങ്ങനെ കിട്ടും? ടോട്ടൽ 600 ടോട്ടല് 600 മൊത്തം 600 അതിൽ ഇത്രത്തെ എത്രയാണ്? 100. അപ്പൊ 600 100 പോയി. അപ്പൊ എത്രയാ? 500 ആയി. ഇത് എത്രയാണ്? 100. ഈ 100ഉം ഈ 100ഉം ഈ ടോട്ടൽ 600 കുറച്ചാൽ നമുക്ക് ഇത് കിട്ടില്ലേ? അപ്പൊ 600 - 100 100. 600 200 കുറച്ചാൽ ബാലൻസ് എത്രയാണ്? 400. ഓക്കെ, അപ്പൊ ഇത് 400 ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? A2 = 400 ഗുണിക്കണം 100. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 4 × 10⁴ അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി x2 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രം ബേസ് നിന്ന് എക്സ് ഡയറക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസിന്റെ പകുതി. ഇത് എത്രയാണ് ഡിസ്റ്റൻസ്? ടോട്ടൽ 100. ബേസ് ഏതാണ്? ഇതിന്റെ ബേസ്. ഇത് ബേസിലാണ് കിടക്കുന്നത്. ആ ബേസിൽ കിടക്കണോണ്ട് തന്നെ ബേസിൽ നിന്ന് ഈ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസിന്റെ പകുതി. ഇതുപോലെ ഇതുവരെയുള്ള ടോട്ടൽ എന്ന് പറഞ്ഞാൽ x2 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 100ന്റെ പകുതി 100/2 50. ഓക്കെ, ഇനി A2 x2 എന്ന് പറഞ്ഞാൽ = 4 × 10⁴ × 50. ഓക്കെ, 4 × 10⁴ × 50. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്ര? അപ്പോൾ A2 x2 = 4 × 10⁴ × 50 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2 × 10⁶. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ഫിഗർ ആണ്. തേർഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫിഗർ തന്നെയാണ്. ഫസ്റ്റ് ഫിഗർ തന്നെയാണ്. അപ്പൊ ഞാനത് വായിക്കുന്നില്ല, കാരണം 400 ആണ്. ദെൻ 100 കൊടുത്ത് ഒക്കെ സെയിം ആണ്. അപ്പോൾ A3 നോക്കിയാൽ ആൻസർ കിട്ടി. x3 എന്ന് പറഞ്ഞാൽ ഫ്രം ബേസിൽ നിന്ന് ഇതിന്റെ സെൻട്രോട് ഡിസ്റ്റൻസ് 200 തന്നെയാണ്. ഇനി x3 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് A3 x3 കിട്ടി. A3 x3 ടോട്ടൽ ആൻസർ കിട്ടി. അപ്പൊ A1 കിട്ടി, A2 A3 കിട്ടി, x1 x2 x3 കിട്ടി. A1 x1 അതുപോലെ A2 x2 A3 x3 വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ അതിൽ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. x bar = σ ai xi / σ ai. ഓക്കെ, ഇതാണ് സംഭവം. σ ai xi / σ ai. ഇതെങ്ങനെ നോക്കാം? ആദ്യം x bar = σ ai xi / σ ai. ഓക്കെ, അത് എന്താ നോക്കാം? σ ax = ഫസ്റ്റ് വാല്യൂ എന്നുള്ളത് 8 × 10⁶. ദെൻ അടുത്തത് A2 x2 എന്നുള്ളത് 2 × 10⁶ പ്ലസ് A3 x3 എന്നുള്ളത് 8 × 10⁶. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ σ ai = എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയ എന്നുള്ളത് 4 × 10⁴ ആണ്. അടുത്ത ഏരിയ എന്നുള്ളത് 4 × 10⁴ ആണ്. പ്ലസ് അടുത്ത ഏരിയ എന്നുള്ളത് 4 × 10⁴. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 12 × 10⁴.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടി. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നോക്കാം. x bar is equal to 18 into 10 raised to 6 by 12 into 10 raised to 4. ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 150 mm എന്ന ആൻസർ ലഭിക്കും. ഓക്കെ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 150 mm. വൈ ബാർ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് 300 mm. അപ്പോൾ എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി. അതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി എക്സ് ബാർ വൈ ബാർ. എക്സ് ബാർ എന്നുള്ളത് 150 ഇങ്ങനെ വരച്ചു, വൈ ബാർ എന്നുള്ളത് എത്ര 300 വരച്ചു. അപ്പോൾ ഈ രണ്ട് ലൈനോട് ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നത് ആ പോയിന്റാണ് അതിൻ്റെ CG. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം എക്സ് ഡയറക്ഷനിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് കാണണം. വൈ വയർ കാണുന്ന സമയത്ത് സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് അതിന് നേരെ ഓപ്പോസിറ്റ് മെത്തേഡുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ. പ്രൊസീജിയർ എല്ലാം സെയിം ആണ്, റൂൾസ് എല്ലാം സെയിം ആണ്. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ വീഡിയോയുമായിട്ട് കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.